ബിഗ് ബോസിൻ്റെ ലൈവിൽ ജിഷിനും റെന ഫാത്തിമയും തമ്മിലൊരു വഴക്ക് നടന്നിരുന്നു. ജിഷിൻ മോഹൻ പണിപ്പുരയിൽ കയറി കുറച്ചധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. വൈൽഡ് കാർഡുകൾ എല്ലാവരും എടുത്തുകൊണ്ട് വന്നു. പക്ഷേ അവർ ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞാണല്ലോ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാവരുടെ സാധനങ്ങൾ പണിപ്പുരയ്ക്കകത്ത് തിരിച്ചു വെച്ചു. ജിഷിൻ മാത്രം സാധനം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ പണിപ്പുരയിൽ കയറി ഞാൻ ബസർ ശബ്ദം കേൾക്കുന്നതിന് മുൻപേ തന്നെ പുറത്ത് വന്നു എന്നാണ് ജിഷിൻ്റെ ന്യായം. അപ്പോൾ ഇതെല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് റെന ഫാത്തിമ അങ്ങോട്ട് ചെല്ലുന്നത്. ആദ്യം തന്നെ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ജിഷിൻ അങ്ങോട്ട് പറയുന്നു. അപ്പോൾ തന്നെ റെന പറയുന്നുണ്ട്, എന്താ ചേട്ടാ, തോറ്റേൻ്റെ വിഷമമാണോ? തോറ്റേൻ്റെ വിഷമമാണോ ചേട്ടാ? ആദ്യമായിട്ട് തോക്കുമ്പോൾ ഇങ്ങനെയാണ് ചേട്ടാ, ഇങ്ങനെ വിഷമമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ജിഷിനെ അങ്ങ് ട്രിഗർ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ജിഷിൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അവിടെയുള്ള എല്ലാവരും തന്നെ ജിഷിനെ എതിർത്തു. പക്ഷേ ജിഷിൻ ഇതൊന്നും കൂട്ടാക്കാതെ ജിഷിൻ എടുത്ത സാധനങ്ങൾ വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോറിൻ്റെ അവിടെ വെച്ച് അക്ബറായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്ന് ഇരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് അവരുടെ അടുത്ത് ചോദിച്ചു, ക്യാപ്റ്റൻ്റെ തീരുമാനം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ബസ് ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പണിപ്പുരയ്ക്ക് ഇവരുടെ സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കാനാണ് തീരുമാനമെന്ന് നെവിൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ്റെ ജോലി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജിഷിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ ലൈവിൽ കഴിഞ്ഞതേ ഉള്ളൂ. ജിഷിനെ ഇപ്പോൾ എല്ലാവരും കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.